ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തെ പറ്റി? അടിപൊളിയായി. ദർശനിക്ക് അടിപൊളിയായി. ട്രിപ്പ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത് എല്ലാവർക്കും? അടിപൊളി. ഇനി ഇങ്ങനെ പോകണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇസ്ലാനിക്ക് എന്താ ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനുള്ളത്? ഒന്നും പറയാനില്ല. വളരെ രാവിലെ മുതൽ ഇതുവരെ നല്ല ജോളിയായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഇവിടെ സൺസെറ്റ് കാണാനുണ്ട്. നൈസ്. അടുത്ത ആൾക്ക് പോവാ നമുക്ക്. ചേച്ചി ഒന്നും പറയാനില്ലേ? എന്തെന്താ പറയാ? സൂപ്പർ. എനിക്കെന്താ പറയാനുള്ളേ? ഓൺലി ലൈക്ക്. ചേട്ടൻ എന്താ പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തെ പറ്റി? അടിപൊളി. കാണാനില്ല. എന്താ പറയാനുള്ളേ? അടിച്ചു പൊളിച്ചു. എല്ലാരും എത്തിയോ? സൂപ്പർ. അടിച്ചു പൊളിച്ചു. ഹാബിജി അടിപൊളി. ഒന്നും പറയാനല്ലേ ഇന്നത്തെ ദിവസം? ചേച്ചി ഹായ്. അല്ല ഇന്നത്തെ ദിവസത്തെ പറ്റി പറയണം. അടിപൊളിയായിരുന്നു. ഇന്നത്തെ ട്രിപ്പ് നമ്മള് അടിച്ചു പൊളിച്ചു. പിന്നെ സൂപ്പറായിരുന്നു. എല്ലാ ദിവസം എന്താ പറ്റി? എല്ലാരും നമുക്ക് ബോയ്സ് ടീമിലേക്ക് പോവാം. പപ്പയ്ക്ക് എന്താ പറയാനുള്ള? രാജ്യല്ല ഇന്നത്തെ ദിവസം പറ്റി. പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്ന് എന്റെ 55ാം ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ എല്ലാരും ഞങ്ങളെ ഗ്രൂപ്പിലെല്ലാരും വന്ന് ടൂർ അടിച്ചു പൊളിച്ചു. ആലപ്പുഴ ഞങ്ങളൊരു ഇങ്ങനൊരു ബർത്ത്ഡേ പപ്പ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല എന്നാണ് പപ്പ പറയണത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷം. ഓക്കെ. ജാമുക്ക് എന്താ പറയാനുള്ളത്? നന്നായിട്ടുണ്ട്. ഞാൻ അച്ചു എന്താ പറയാനുള്ളത്? സൺസെറ്റ് കാണാം. ഇന്നത്തെ ട്രിപ്പിനായിട്ട് ആ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. മമ്മി കഴിഞ്ഞില്ല. മമ്മി ഇന്നത്തെ ട്രിപ്പിനെ വെച്ച് പറയാനുണ്ടല്ലേ? അപ്പൊ പറഞ്ഞില്ലടാ. മമ്മിക്ക് എന്താ പറയാനുള്ളത്? ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിട്ട് വളരെ നല്ല രീതിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും നമുക്കെല്ലാവർക്കും നമ്മുടെ കൂടപ്പുറപ്പുകളായ എല്ലാം നമ്മുടെ ചങ്കുകളായ എല്ലാവരോടും കൂടെ വളരെ സന്തോഷത്തോടെ സമയം പോയതറിയാത്ത രീതിയിൽ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അത്രയുള്ളൂ. എല്ലാവർക്കും അത്രേ പറയാനുള്ളൂ.